ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. നാരായണീയ മധുരം. ഇന്ന് മൂന്നാമത്തെ ദിവസം. മേൽപ്പത്തൂരിനാൽ വിരചിതമായ ശ്രീമന് നാരായണീയത്തിലെ ഒന്നാമത്തെ ദശകത്തിൽ മൂന്നാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ വിചാരം ചെയ്യുന്നത്. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ സ്മരിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ സുസിദ്ധം. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപ്പുത്തൂരേകി സദയം ശുഭ സ്തോത്രകാവ്യം. ആ സ്തോത്രകാവ്യത്തെ ഭക്തജനങ്ങൾ പല രീതിയിൽ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നു. നാം ഓരോ ദിവസവും ഓരോ ശ്ലോകം എന്നുള്ള രീതിയിൽ അതിനെ വിചാരം ചെയ്യുകയാണ്. മൂന്നാമത്തെ ആ ശ്ലോകം ആദ്യം പാരായണം ചെയ്യാം. പിന്നെ അതേക്കുറിച്ച് അതിൻ്റെ അർത്ഥതലങ്ങളെ ഭാഷാഗാനമായി ശ്രീഹരിയം എന്ന രീതിയിൽ ഒരുക്കാൻ പൊന്നുഗുരുവായൂരപ്പൻ ഈയുള്ളവന് അവസരം തന്നു. ആ ശ്രീഹരിയത്തിലെ 4 വരികൾ കൂടി പാടി ഇതിൻ്റെ ഭാവത്തിലേക്കും മേൽപ്പുത്തൂരിൻ്റെ ഭാവനകളിലേക്കും നമുക്ക് കടക്കാം. സത്വം യത്പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവൽ ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേ വപുരിതി ബഹുശഃ ശ്രൂയത്തെ വ്യാസവാക്യം. തൽസ്വച്ഛത്വാദ്യദാച്ഛാദിത പരസുഖജിൽ ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാ രമന്തേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. അതിൻ്റെ ഭാഷാഗാനം, ആ പരിഭാഷ അടുത്തതായി നമുക്ക് അനുസ്മരിക്കാം. സത്വഗുണജാതമാം നിൻ പഞ്ചഭൂത ശരീരത്തെ വ്യാസമുനി വർണ്ണിച്ചതും ഓർത്തിടുന്നു ഞാൻ. മനതാരിൽ നിറയൂമി നിർമ്മലമൂർത്തിയിൽ ചിരം ലയിക്കുന്നു. ധന്യാത്മാക്കൾ രമിച്ചിടുന്നു. നാരായണ 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 രാധാഗോവിന്ദ ഗുരുവാദേശ. ഭഗവത് ഭക്തി മഹത്വത്തെ പട്ടേരിപ്പാട് ആദ്യ ദശകത്തിൽ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ അക്ഷരപൂജയായി സമർപ്പിക്കുമ്പോൾ ഇവിടെ മൂന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു തത്പരാഭ്യാമപരികലനതഃ. അതിൽ നിന്ന് ഭഗവാൻ സത്വമൂർത്തിയാണെന്ന് പറഞ്ഞു. ആ ഭക്ഷ്യമാണമായ സത്വത്തിൽ നിന്ന് അന്യങ്ങളായവയോട് തൽപരാഭ്യാം, അത് രജസ്സും തമസ്സും, അതിനോട് പരികലനം അപരികലനതഃ. പരികലനം, സമ്പർക്കം അല്ലെങ്കിൽ കൂടിച്ചേരൽ, ലയം ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നിർമ്മലം യത് സത്വം,
ശുദ്ധമായ ഏതൊരു സത്വഗുണമുണ്ടോ തേന താവൽ ഭൂതൈഹി, അതുകൊണ്ട് തന്നെ ഉണ്ടായ ഭൂതങ്ങളെ കൊണ്ടും, ഭൂതേന്ദ്രിയൈഹി അപ്പോൾ ഉപാദാന കാരണങ്ങളെ കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും ആകുന്നു. തേ വപു ഇതി, അല്ലയോ ഗുരുവായൂരപ്പ അങ്ങയുടെ ശരീരം എന്ന് വ്യാസവാക്യം ബഹുശ ശ്രൂയത്തെ, വ്യാസഭഗവാൻ പലവുരു പലതരത്തിൽ പലവട്ടം പറഞ്ഞതായി ശ്രൂയത്തെ കേൾക്കുന്നു, അല്ലെങ്കിൽ അതിലൂടെ ഞാൻ അറിയുന്നു. തൽ സ്വച്ഛത്വാൽ, ആ നൈർമല്യം ആ സ്വച്ഛത കാരണമായിട്ട് യത് ഏതൊരു വപുസ് ആച്ഛാദിത പരസുഖചിൽ ഗർഭനിർഭാസരൂപം, മറവില്ലാത്ത ഉത്കൃഷ്ടമായ സുഖമായി പ്രകാശമായി ഉള്ളിൽ നന്നായി വിളങ്ങുന്ന രൂപമുള്ളതാകുന്നുവോ, ഗർഭനിർഭാസരൂപം ശ്രുതിമതിമധുരേ, കേൾക്കാനും അതേപോലെ സ്മരിക്കാനും ആ രസം തോന്നിക്കുന്ന തസ്മിൻ സുഗ്രഹേ തസ്മിൻ തേ വിഗ്രഹേ, സുഖേന ഗ്രഹിക്കാവുന്നത് സുഗ്രഹം അല്ലേ, അങ്ങനെയുള്ള ആ വിശേഷണയുള്ള ആ വിഗ്രഹം, ആ വിഗ്രഹത്തിങ്കൽ വപുസിങ്കൽ ധന്യാഹ രമന്തെ, ഭാഗ്യശാലികളായിട്ടുള്ള ജനങ്ങൾ രമിച്ചുകൊണ്ടിരിക്കുന്നു. ആച്ഛാദിത രൂപം, മറവില്ലാത്ത ഉത്കൃഷ്ടമായ സുഖവും പ്രകാശവും നിറഞ്ഞ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന അവിടുത്തെ ആ ദിവ്യ രൂപത്തോട് കൂടിയത്. ഇങ്ങനെ ആ രണ്ടു തരത്തിലും അതിനെ പറയാനായിട്ട് സാധിക്കും. അപ്പൊ അവിടുത്തെ സ്വരൂപം ശുദ്ധസത്വാത്മകമാണ്. അതുകൊണ്ട് തന്നെ അത് ഒരർത്ഥത്തിൽ എന്തു പറയുന്നു, അത് ചിദാനന്ദമയമാണ്. സാന്ദ്രാനന്ദം എന്ന ആദ്യം പറഞ്ഞു, ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. അപ്പൊ ശ്രവണമനനങ്ങൾക്ക് അവിടുത്തെ ആ സ്വരൂപത്തിങ്കൽ രമിക്കുന്ന ആളുകൾ അവരാണ് ഭാഗ്യവാന്മാര് എന്ന് പറയുന്നു. ഒരിക്കൽ കൂടി ആ ശ്ലോകം ചൊല്ലി നമുക്ക് സമർപ്പിക്കാം. സത്വം യത്തൽപരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവൽ ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേ വപുരിതി ബഹുശ ശ്രൂയത്തെ വ്യാസവാക്യം. തൽസ്വച്ഛത്വാദ്യദാച്ഛാദിത പരസുഖചിൽ ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാ രമന്തെ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേതേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണീയം എന്ന സ്തോത്രകാവ്യത്തെ നാരായണനെ കൊണ്ട് എഴുതിച്ച ആ സാക്ഷാൽ ശ്രീമന്നാരായണന്റെ പാദാരവിന്ദങ്ങളിൽ ഇന്ന് ഈ നാരായണീയ മധുരം നവനീതം പോലെ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.